നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുനിരത്തുകളിലൂടെ സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? രാത്രി നടത്തമൊക്കെ സംഘടിപ്പിച്ചിട്ടും കേരളത്തിൽ ഇപ്പോഴും രാത്രിയും പകലും സ്ത്രീ സുരക്ഷ ഒരു ചോദ്യചിഹ്നമാണ്. കോഴിക്കോട് കഴിഞ്ഞ രാത്രി ഉണ്ടായ ഒരു സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായി. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ ചിലർ പിന്തുടർന്നു എന്നാണ് ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. 4-ാം തീയതി രാത്രി 8 മണിക്കാണ് സംഭവം. PG അസോസിയേഷൻ പ്രിൻസിപ്പലിന് പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ കോഴിക്കോട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് സുരക്ഷാ യോഗം ചേരും. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, നമുക്കറിയാം കേരളത്തിൽ രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടായതാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാത്രി യാത്ര സംഘടിപ്പിച്ചതാണ്, രാത്രി നടത്തമൊക്കെ സംഘടിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഈ സാഹചര്യങ്ങളിലൊന്നും മാറ്റമുണ്ടായില്ല എന്ന് തന്നെയാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവം സൂചിപ്പിക്കുന്നത്. എന്താണ് ആ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത് അനീഷ്? ടോം, രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ടോം പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരായി തെരുവിലൂടെ നടക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാലങ്ങളായി നടക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് പുറത്തേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, മുനവെച്ചുള്ള നോട്ടം, അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ നമ്മൾ കുറച്ച് നാളുകളായി കണ്ടുവരുന്നതാണ്. ഒപ്പം മറുവശത്ത് ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഡോക്ടർമാരടക്കമുള്ള വനിതാ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം എവിടെ വരെ എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഡോക്ടറുടെ കൊട്ടാരക്കരയിലെ മരണവും പിന്നീട് പശ്ചിമബംഗാളിലുണ്ടായ കൊൽക്കത്തയിലെ ആശുപത്രിയിലെ ലേഡി ഡോക്ടർ പീഡിപ്പിക്കപ്പെടുകയും അവർ വകവരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം അലയടിപ്പിച്ച സംഭവങ്ങളാണ്. പക്ഷേ ആ സംഭവങ്ങൾക്ക് ശേഷവും ഈ രണ്ട് തരത്തിലും ഒരു സ്ത്രീ എന്ന പരിഗണന നൽകിയാലും മറുവശത്ത് ഒരു ആരോഗ്യ പ്രവർത്തക എന്ന പരിഗണന നൽകിയാലും ഈ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ സുരക്ഷിതരല്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്ന ഈ ഞെട്ടിക്കുന്ന സംഭവം വെളിവാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടി നോക്കിയിരുന്ന വനിതാ ഡോക്ടർ PG ഡോക്ടർ ഡ്യൂട്ടിക്ക് ശേഷം അവരുടെ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകാൻ ഇറങ്ങിയത്. ആ പോകുന്ന വഴിയിലാണ് ഒരു സംഘം ആളുകൾ ഹോസ്റ്റലിൻ്റെ സമീപത്ത് വെച്ച് തന്നെ ഈ കാറ് നിർത്തുകയും കാറിൽ അവരെ കയറ്റാൻ ശ്രമിക്കുകയും പോരുന്നുണ്ടെന്ന് ചോദിക്കുകയും അവർ കുതിരി മാറിയപ്പോൾ അവരുടെ പിന്നാലെ കൂടുകയും ചെയ്തു. എന്തായാലും അവർ വളരെ പെട്ടെന്ന് ഭയചകിതയായി ആ സമീപത്ത് തന്നെയുള്ളൊരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഓടിക്കേറിയപ്പോഴാണ് ഈ ആളുകൾ, അപരിചിതരായ ആളുകൾ അവിടെ നിന്നും കാറിൽ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മുമ്പ് അവിടെ കണ്ട് പരിചയമുള്ള ആളുകളല്ല എന്ന് വനിതാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവർ PG അസോസിയേഷനാണ് ആദ്യം പരാതി നൽകിയത്. PG അസോസിയേഷൻ ആ പരാതി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളിന് കൈമാറുകയും പ്രിൻസിപ്പൾ അത് പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. പോലീസ് ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. ഒപ്പം ഈ ആശുപത്രി പരിസരത്തുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ശേഖരിച്ച് പരിശോധന ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമായാണ് ഇപ്പോൾ അധികൃതരും ഇതിനെ കാണുന്നത്. കാരണം ആ സമയത്ത് വളരെ പെട്ടെന്ന് ആ ഡോക്ടർക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ സംഘത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ആ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ തലം മാറിയനെ, മാനങ്ങൾ മാറിയനെ. എന്തായാലും ഏറെ നാളുകളായി തന്നെ ഇത്തരം ഒരു പരാതികൾ, കാരണം സുരക്ഷിതരല്ലെന്ന ഒരു പരാതി അധികൃതർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് PG അസോസിയേഷനും മറ്റും പറയുന്നത്. കാരണം ഈ കോഴിക്കോട് നഗരം പൊതുവെ നമ്മൾ ഉൾവശങ്ങൾ, ഈ ഹോസ്റ്റലിനോട് ചേർന്ന ഇടങ്ങൾ സൗഹാർദ്ദം എന്നാണ്. രാത്രി സമയങ്ങളിൽ ആർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കാരണം അവിടെ ആരോട് ചോദിച്ചാലും എത്രയോ മാന്യമായി പെരുമാറുന്നവരാണ് കോഴിക്കോട്ടുകാർ എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഈ സമീപകാലത്ത് കോഴിക്കോട് രാത്രി സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഈ കോഴിക്കോട് നഗരത്തിനും കോഴിക്കോട് ജില്ലയ്ക്കുമൊക്കെ ഉണ്ടായിരുന്ന ആ സൽപ്പേര് മാറുകയാണോ അല്ലെങ്കിൽ പോകുകയാണോ നഷ്ടപ്പെടുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ്
അനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം, ഒരു വാർത്തയുണ്ട്. രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ യാത്രക്കാരിയെ ആക്രമിച്ച് അവരെ കൊള്ളയടിച്ചൊരു സംഭവം. അതൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഈ രീതിയിൽ ഒരു അതിക്രമം കാട്ടിയത്. ഇതുപോലുള്ള സംഭവങ്ങൾ കോഴിക്കോട് ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്നുണ്ടോ? ഇതുപോലുള്ള പരാതികൾ, പ്രത്യേകിച്ചും ഒരു വനിതാ ഡോക്ടർക്കാണ് ദുരനുഭവം ഉണ്ടായത്. ഈ സമീപകാലത്ത് ഇതുപോലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കോഴിക്കോട് നഗരത്തിൽ വർദ്ധിക്കുന്നുണ്ടോ അനീഷ്? തീർച്ചയായും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ കോഴിക്കോട് നഗരത്തിൽ കുറ്റകൃത്യങ്ങളുടെ താരതമ്യേന എണ്ണം വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഒരുപാട് നന്മയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നത് ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർമാരായി മാറിയിരുന്ന ഒരു കാലമുണ്ടായി. കൃത്യമായ തുക പറയുകയും കൃത്യമായ ഇടങ്ങളിൽ ഇറക്കുകയും സുരക്ഷിതമായി തന്നെ അവരെ വീടുകളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പാരമ്പര്യമുള്ള നഗരമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി അത്തരം പ്രവണതകൾക്ക് മാറ്റം വരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ കോഴിക്കോട് നഗരത്തിലേക്ക് ചേക്കേറുന്നത് കൊണ്ട് തന്നെ അത്തരം സ്വഭാവത്തിന് മാറ്റം വരുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ച സംഭവം തന്നെ, ഒരു വനിത റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കയറുന്നു, അവിടെ നിന്നും അവരെ വഴിതെറ്റി മറ്റിടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു, ആക്രമിക്കുന്നു, അവരുടെ പണം അപഹരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് നടക്കുകയും ചെയ്തത്. മറ്റ് നിരവധി സംഭവങ്ങളും ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ചെറുതും വലുതുമായി, അല്ലെങ്കിൽ ഈ മാല പറിച്ചുകൊണ്ട് ഓടുന്നതിനുള്ള ശ്രമം, അത്തരം നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കിയാൽ എരഞ്ഞിപ്പാലത്തെ ഒരു കൊലപാതകം പോലും, അതും കോഴിക്കോട് നഗര ഹൃദയത്തിൽ ഒരു സ്ത്രീക്കെതിരെ നടന്ന ഒരു കുറ്റകൃത്യമാണ്. കാരണം അവർക്കെതിരെ ഈ സ്ത്രീ ഈ യുവാവിനെതിരെ നേരത്തെ പരാതി നൽകുന്നു. ആ പരാതി ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നു, അവിടെ വെച്ച് കൊല്ലുന്നു. ആ കൊന്ന ശേഷം ആ സ്ഥലം വിടുന്നു, പിന്നീട് ചെന്നൈ വെച്ച് പിടിയിലാവുന്നു. അങ്ങനെ ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കോഴിക്കോട് നഗരത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ മാമി തിരോധാനം പോലെ ഈ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ പകൽ കൊണ്ട് ഒരു മനുഷ്യനെ നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കി കൊണ്ടുപോകാൻ കഴിയുക, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലും എങ്ങും എത്താതിരിക്കുക, CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരു തെളിവും ലഭിക്കാതെ വരിക എന്നിങ്ങനെയുള്ള കൊച്ചി പോലുള്ള വൻ നഗരങ്ങളിലേതിന് സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യങ്ങളുടെ വളർച്ചയിലേക്ക് കോഴിക്കോടും മാറുന്നുണ്ട്. അവിടെയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഒരു വശത്ത് വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. ഇവിടെ ഈ ലേഡി ഡോക്ടറെ സംബന്ധിച്ചായാലും അവർ ആ ചൊറുത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം മാറാനുള്ള കാരണം എന്താണ് അനീഷ്? കാരണം പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ പോലീസിൻ്റെ നൈറ്റ് പട്രോളിംഗ് ഒക്കെ ശക്തമായിരുന്നു. ഇപ്പോൾ ഈ പോലീസിൻ്റെ ഈ സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ PG ഡോക്ടറെ അപമാനിക്കാൻ, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായതിന് പിന്നാലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ടോം, ഏറ്റവും പ്രധാനം ഈ PG ഡോക്ടർമാരടക്കമുള്ള വനിതകളുടെ സുരക്ഷ കൃത്യമായി പാലിക്കുന്നതിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഏറെ നാളായി അവർ നൽകുന്ന പരാതി അല്ലെങ്കിൽ പറയുന്ന പരാതിയാണ് കൃത്യമായ ഒരു വെളിച്ച ക്രമീകരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഉൾവശത്ത് പലയിടങ്ങളിലുമില്ല. ഇവർ ഈ അത്യാഹിത വിഭാഗത്തിലും മറ്റ് സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുമൊക്കെ ജോലി നോക്കിയ ശേഷമാവും ഒരുപക്ഷെ രാത്രിയിൽ ഹോസ്റ്റലിലേക്ക് മറ്റും പോകുന്നത്. പക്ഷേ ആ ഹോസ്റ്റലിലേക്ക് പോകുന്ന ഇടങ്ങളിലൊന്നും കൃത്യമായി വഴിവിളക്ക് തെളിയാറില്ല എന്ന പരാതി അവർ ഒരുപാട് നാളുകളായി മുന്നോട്ട് വെക്കുന്നു എന്ന് PG അസോസിയേഷൻ പറയുന്നു. പക്ഷേ അതിലൊരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. പല ഹോസ്റ്റലുകളിലേക്കുമുള്ള വഴികൾ പൂർണ്ണമായും വിജനമാണ്, അല്ലെങ്കിൽ അവിടെ വേറെ സെക്യൂരിറ്റി ആളുകളുടെ സാന്നിധ്യം അടക്കമില്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ പലപ്പോഴും പ്രവർത്തനരഹിതമായി മാറുന്നതും വലിയ ഒരു ഭീഷണി തന്നെ സൃഷ്ടിക്കുന്നു. കാരണം ഈ കേസായാലും ഈ PG ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ കേസായി ബന്ധപ്പെട്ടാണെങ്കിലും ആ CCTV ദൃശ്യങ്ങൾ ഹോസ്റ്റലിലേക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഇടങ്ങൾ, വാർഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ കൃത്യമായ CCTVയുടെ ഒരു നിരീക്ഷണമുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ എത്തിയാൽ അവരെ തിരിച്ചറിയാൻ സാധിക്കും. ഒപ്പം ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ ക്യാമ്പസിൻ്റെ പലയിടങ്ങളിലായി തമ്പടിച്ചാൽ അത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന തരം സംവിധാനത്തിലേക്ക് മാറ്റാൻ കഴിയും. ഒപ്പം ഈ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ആളുകൾ കൃത്യമായി ഒരു റോന്തു ചുറ്റിലൊക്കെ ഈ ഹോസ്റ്റൽ പരിസരത്തും ഈ ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുകയാണെങ്കിൽ വലിയ ഒരു അളവ് വരെ ഈ കാര്യങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും 3 കാര്യങ്ങളാണ് ഇപ്പോൾ
ഇപ്പോൾ ഈ PG അസോസിയേഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ഈ വഴിവിളക്കുകൾ പൂർണ്ണമായും കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക, ഈ ഹോസ്റ്റൽ, ഒപ്പം കാഷ്വാലിറ്റി, കുട്ടികൾ ഉപയോഗിക്കുന്ന ലൈബ്രറി, ഇത്തരം പതിവായി ഉപയോഗിക്കുന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചത്തിൻ്റെ ഒരു ക്രമീകരണം കൃത്യമായി ഏർപ്പെടുത്തണമെന്ന ആവശ്യം പറയുന്നു. മറ്റൊന്ന്, CCTV നിരീക്ഷണത്തിൻ്റെ കീഴിലാക്കുക. ഇവർക്കെതിരെ വരുന്ന ചെറിയ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ അസഭ്യവർഷം ഒക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോഴും അതിനൊരു കൃത്യമായ തെളിവ് ലഭിക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഇത്തരം ഈ ചില സംഭവങ്ങളും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികളെ കൃത്യമായി പിടിക്കാൻ CCTV മറ്റും ഉണ്ടായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു എന്ന് അസോസിയേഷൻ പറയുന്നു. അതുകൊണ്ട് CCTVയുടെ ഒരു നിരീക്ഷണം മെഡിക്കൽ കോളേജ് പരിസരത്ത് വർദ്ധിപ്പിക്കുക എന്ന ആവശ്യവും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ ഈ ഹോസ്റ്റൽ അടക്കമുള്ള ഇടങ്ങളിൽ വിന്യസിക്കണം എന്ന ആവശ്യവുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ പരാതി വളരെ ഗൗരവമായി തന്നെ കോളേജ് അധികൃതർ കാണുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയത്. അവർ പോലീസിന് പരാതി കൈമാറിയിരിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം, എന്തൊക്കെ പരാതികളാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ PG ഡോക്ടർമാർക്ക് പറയാനുള്ളത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ കേൾക്കും. അതിനുശേഷം ഇതുമായി സംബന്ധിച്ച ശുപാർശകൾ സർക്കാരിലേക്ക് നൽകുകയും സമയബന്ധിതമായി ഈ ഡോക്ടർമാരുടെയും മറ്റു വനിതാ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിവരം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോഴിക്കോട് നഗരത്തിൽ വെച്ച് PG ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ, കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. ഇതേ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ അവലോകന യോഗവും നടത്തുന്നുണ്ട്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് രാവിലെ സിദ്ദിഖ് ഹാജരായിരുന്നു. സിദ്ദിഖിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും ജാമ്യം നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം, വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പോലീസ് ചോദ്യം ചെയ്യുന്നു. മറ്റ് എന്തായിരിക്കും ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ? ടോം, സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടൻ സിദ്ദിഖ് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഇൻട്രോഗേഷൻ, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ 2 തവണ സിദ്ദിഖ് വന്നിട്ടുള്ളതും കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. നർക്കോട്ടിക് കേസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ഇന്നിപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയുടെ മുൻകൂർ ജാമ്യം നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. ഇത് ജാമ്യം നേടണമെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി വരുന്ന കോടതിയിലേക്കാണ് പോകേണ്ടത്. മജിസ്ട്രേറ്റ് കോടതിയാണ്, വഞ്ചൂരിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് നടൻ എത്തേണ്ടത്. അവിടെ നിന്നാണ് ജാമ്യം അനുവദിക്കേണ്ടത്. അപ്പോഴും ചെറിയൊരു സംശയമുണ്ടായിരുന്നു, നിയമപ്രശ്നമുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നത് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും അവിടെ നിന്ന് ജാമ്യം നേടാമെന്നുമായിരുന്നു. അപ്പോൾ ഈ വിചാരണ കോടതി ഏത് എന്നത് തീരുമാനിക്കണമെങ്കിൽ കുറ്റപത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നടപടിക്രമങ്ങൾ നടക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അവിടെ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ഏതാണ് വിചാരണ കോടതി എന്ന് പിന്നീട് തീരുമാനിക്കുക. ആ ഒരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമോപദേശം തേടി. തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ഈ ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാമെന്ന നിയമോപദേശം ലഭിച്ചു. തുടർന്നാണ് നടനെ ഇവിടേക്ക് വരാൻ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് രാവിലെ കന്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് അരമണിക്കൂറോളം വൈദ്യപരിശോധനയ്ക്കുള്ള നടപടികൾ അത് നീണ്ടു. അതിനുശേഷമാണ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സിദ്ദിഖിനെ കൊണ്ടുപോയത്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സാങ്കേതിക നടപടിക്രമമാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമപ്രശ്നങ്ങളില്ല. പക്ഷേ ജാമ്യം ലഭിക്കണമെങ്കിൽ സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തണം. കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ കേസിനാസ്പദമായ സംഭവം, അങ്ങനെ ഒരു ആരോപണം പറയുന്നത് 2016 ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം നടന്നത് എന്നതാണ് യുവനടി തൻ്റെ പരാതിയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനിടയാക്കിയത് എന്തുകൊണ്ട് 8 വർഷം
ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടും അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. സംസ്ഥാന സർക്കാരാണ് ഇവിടെ വാദിഭാഗമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതാണ്ട് 32ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ പെട്ട ഒരു കേസ് എന്ന നിലയ്ക്ക് സർക്കാരാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നില്ല. സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഒളിവിൽ പോവുകയായിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ആദ്യം ഇടക്കാല ജാമ്യവും പിന്നീട് മുൻകൂർ ജാമ്യവും ലഭിച്ചു. സർക്കാർ ഉയർത്തിയ വാദം സുപ്രീം കോടതിയിൽ, അതായത് ഇത് വളരെയധികം സ്വാധീനമുള്ള ആളാണ്, സിനിമയിൽ അതിശക്തനാണ്, അതുകൊണ്ട് തന്നെ പരാതിക്കാരി നേരത്തെ പരാതി നൽകാതിരുന്നത് ഭയപ്പെട്ടിട്ടാണ്, വലിയ രീതിയിലുള്ള ഭീഷണി ഉയരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് പരാതിക്കാരി ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല എന്നതാണ്. അപ്പോൾ ഈ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയതാകട്ടെ 2018-ലും 2019-ലും തുടർന്നിങ്ങോട്ടുള്ള പല ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പല തവണയായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവിടെ ഒന്നും തന്നെ നിയമ നടപടിയിലേക്ക് പോയില്ല. പോലീസിനെ പരാതിക്കാരി സമീപിച്ചില്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല, ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും നിരവധി പേർ അവിടെ എത്തി മൊഴി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ നടി മാത്രം അത്തരത്തിൽ അവിടേക്ക് എത്താത്തതും ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകാതിരുന്നതും എന്ന ഒരു ചോദ്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചു. അവിടെയും പ്രതിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും നിയമ നടപടികളിലേക്ക് പോകാൻ പരാതിയുമായി പോലീസിനെയോ മറ്റേതെങ്കിലും അധികാര കേന്ദ്രത്തെയോ സമീപിക്കാൻ നടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാദമായി ഉന്നയിച്ചത്. ആ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു മുൻകൂർ ജാമ്യം നൽകിയതും. നടി നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇങ്ങനെയാണ്. 2016-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സിനിമയുടെ പ്രിവ്യൂവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് സിദ്ദിഖ് എത്തുന്നു. അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സിദ്ദിഖിനെ പരിചയമുണ്ട്. അദ്ദേഹം നിരന്തരമായി താനുമായി സംസാരിക്കുമായിരുന്നു. തുടർന്ന് ഈ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം മസ്കറ്റ് ഹോട്ടലിലെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. തുടർന്ന് തന്നെ മർദ്ദിക്കുക കൂടി സിദ്ദിഖ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തലായി പിന്നീട് പറയുകയാണ്. സിദ്ദിഖ് പറഞ്ഞതാകട്ടെ, ഈ സമയം നടിയുടെ മാതാപിതാക്കൾ കൂടി ഈ യുവതാരത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം സിദ്ദിഖ് വെളിപ്പെടുത്തുകയും ചെയ്തു. പോലീസ് പിന്നീട് അവിടെ നിന്ന് രേഖകൾ കണ്ടെടുത്തു. നടി അവിടെ വന്നതിന് തെളിവുകളുണ്ടായിരുന്നു, അവിടുത്തെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ആ ഹോട്ടലിലുണ്ടായിരുന്ന 4 ജീവനക്കാരുടെ മൊഴി, ഇതെല്ലാം രേഖപ്പെടുത്തി ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു. അതായത് വിനോദ്, ഈ സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ, ഈ സാക്ഷികളുടെ മൊഴിയെടുക്കുക, അതൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും ഗുരുതര സ്വഭാവം ഉണ്ടായിരുന്നത് സിദ്ദിഖിനെതിരായ കേസായിരുന്നു. ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്തത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയാണ്. രഞ്ജിത്തിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റ് കേസുകളുടെ ഭാവി കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഈ സിദ്ദിഖിനെതിരായ കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമോ? കേസിൻ്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? മറ്റ് പ്രധാനപ്പെട്ട ചില താരങ്ങൾക്കെതിരെയുള്ള പരാതികളും ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ജയസൂര്യയാണ്, മുകേഷാണ്, മണിയൻപിള്ള രാജുവാണ്, പിന്നെ സംവിധായകൻ രഞ്ജിത്താണ്. ഇതിൽ രഞ്ജിത്തിൻ്റെ കേസ് മാത്രമാണ് ബംഗാളി നടിയുടെ പരാതിയിൽ മറ്റൊരു തലത്തിലേക്ക് പോയത്. മറ്റുള്ളവർക്കെല്ലാം തന്നെ ഈ കേസിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അവർക്കെല്ലാം മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ മുകേഷിനെതിരെയൊക്കെ കേസെടുത്തത് ചില പരാമർശങ്ങൾ നടത്തിയ ആ നടി പോലും അവരുടെ ആരോപണത്തിൽ അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചില്ല എന്ന കാര്യം പറയുകയാണ്. എങ്കിൽ തന്നെയും പോലീസ് ശക്തമായ നടപടിയാണ് അതിൽ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ അതിലുണ്ടായി എന്ന് വേണം കരുതാൻ. കാരണം MLA ആയിട്ട് കൂടി മുകേഷിനെ അങ്ങനെ ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ അല്ല മുകേഷിനെതിരെ ചുമത്തിയത്. മുകേഷിനെതിരെ കർശനമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയത്. പിന്നീട് കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. മണിയൻപിള്ള രാജുവിൻ്റെ കാര്യത്തിലായിരുന്നാലും ആ തരത്തിൽ തന്നെയാണ്. ജയസൂര്യയുടെ കാര്യത്തിൽ 2 നടിമാരാണ് പരാതി നൽകിയിട്ടുള്ളത്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 താരങ്ങൾ പരാതി നൽകിയിരുന്നു. അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഈ കേസുകളിലും ജയസൂര്യയ്ക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യത്തിലാണ് കുറച്ചുകൂടി ഗൗരവമായുള്ള ഒരു പരാതി ഉയർന്നു വരികയും അത് പെട്ടെന്ന് ഉയർന്നു വന്നൊരു പരാതിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഉയർന്നു വന്ന പരാതിയുമല്ല. ഇത് വളരെ മുമ്പ് തന്നെ 2018 മുതൽ പല ഘട്ടങ്ങളിലായി ആ നടി ഉന്നയിക്കുന്ന ആരോപണമാണ്.
അവർ പല ഘട്ടങ്ങളിലായി പല പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്. പക്ഷേ അവിടെയൊക്കെ സംഭവിച്ചത് പോലീസിന് പരാതി നൽകാനുള്ളൊരു നടപടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകുകയോ കൃത്യമായ നടപടി ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുകയും അവർ കോടതിയെ സമീപിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രൈവറ്റ് കംപ്ലൈൻറ്റുമായി പോകാനുള്ള നിയമപരമായ എല്ലാ അവകാശങ്ങളുമുണ്ട്, അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ വഴികളൊന്നും തന്നെ നടി തേടിയില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണേണ്ടത്. സുപ്രീം കോടതി വിലയിരുത്തിയതും അതുതന്നെയാണ്. കാരണം 8 വർഷമായി ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോയില്ല. മാത്രവുമല്ല, പ്രതിഭാഗം അവിടെ ചൂണ്ടിക്കാണിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചിട്ടും ആ കമ്മിറ്റിക്ക് മുന്നിലേക്ക് പോലും ഈ നടി എത്തിയിട്ടില്ല, അവിടെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു വാദമാണ്. മാത്രമല്ല, തങ്ങളുടെ കക്ഷി, അതായത് പ്രതിഭാഗം വാദിക്കുന്നത് സിദ്ദിഖിന് വേണ്ടിയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനാണ്. അദ്ദേഹം എവിടെയെങ്കിലും ഒളിവിൽ പോകേണ്ട കാര്യമില്ല. ഇത്രയും കാലത്തെ സിനിമാ ചരിത്രമുണ്ട്, ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുകയോ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്ത ചരിത്രമുള്ള ആളല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം സുപ്രീം കോടതിയിൽ പ്രധാനമായും. അത്തരം വാദങ്ങളാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു സാങ്കേതിക നടപടിയുടെ ഭാഗമായിട്ടാണ് നടൻ സിദ്ദിഖിനെ നിലവിൽ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടൻ ദിലീപ് VIP പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയ സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. വിഷയം ചെറുതായി കാണാനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ദിലീപിന് VIP പരിഗണന കിട്ടിയോ എന്നതിൽ ദേവസ്വം വിജിലൻസ് SP അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാളെ തന്നെ കോടതിക്ക് കൈമാറുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സമയം ചോദിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയോട് നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൊതുവായ ഒരു തീരുമാനം എടുത്തതാണ്. അതായത് ഫ്രണ്ടിൽ കൂടി ഒരു VIP പോകാൻ പാടില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റക്കാർക്ക് കർശനമായ നടപടി എടുക്കും. നമ്മളൊരു പൊതുവായ തീരുമാനമാണ്. ഇത് എല്ലാവരും നേരെ തൊഴിൽ പോകണം എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെയും പോലീസും എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ആരെ അനുവദിക്കില്ല. അതുവഴി നമ്മൾ, അതായത് ഈ 10 ഇറങ്ങി വരുന്ന പിന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറ്റി നിർത്തരുത് എന്നുള്ളത് തീരുമാനമാണ്. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഹരിവരാസനം പാടുന്ന സമയത്ത് ദിലീപ് നടയിൽ തുടർന്നു. ഇത് കാരണം ദർശന ക്യൂ തടസ്സപ്പെട്ടു എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുള്ളത്. ഇതിൽ അസ്വാഭാവികത ഇല്ലെന്ന് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത വിശദമായി പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനും സന്നിധാനത്ത് നിന്ന് CV അനുമോദും ചേരുന്നു. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, കുട്ടികൾക്ക്, മുതിർന്നവർക്കൊക്കെ ഈ ദർശനം നടത്താൻ ദിലീപ് കാരണം തടസ്സപ്പെട്ടു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ ദിലീപിന് പ്രത്യേകമായ ഒരു പരിഗണന ശബരിമലയിൽ ദർശനം നടക്കുന്ന സമയത്ത് ലഭിച്ചിരുന്നോ? ടോം, ഇന്നലെ രാത്രി 10:55 ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന സമയത്താണ് ദിലീപ് സന്നിധാനത്തെത്തിയത്. അദ്ദേഹം സിവിൽ ദർശനത്തിനാണ്, അതായത് ഇരുമുടിക്കെട്ട് ഇല്ലാതെയാണ് വന്നത്. ദിലീപിനെ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തെ നടക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ വിവാദമായിരിക്കുന്നത് ശ്രീകോവിലിന് മുൻപിലൂടെ അയ്യപ്പന്മാർ കടന്നു പോകുന്ന വഴിക്ക് എതിർവശത്തൂടെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്, ദിലീപിനെ കൊണ്ടുവന്നത്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ദിലീപ് മറുവശത്തുകൂടെ വന്ന് ഒരു വശത്ത് മാറി നിന്ന് തൊഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം ഈ ആളുകൾ കടന്നു പോകുന്ന വഴിയിലൂടെ തിരിച്ചു വന്ന അല്ലെങ്കിൽ നടക്കിലേക്ക് നിന്നപ്പോൾ അവിടെ ആ ഒരു അയ്യപ്പന്മാർക്ക്, തീർത്ഥാടകർക്ക് ആ സമയത്ത് അതുവഴി ദർശനം നടത്തി പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ആക്ഷേപത്തിന്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദിലീപ് മാത്രമല്ല, ജുഡീഷ്യറിയിലുള്ള മറ്റ് ഒരു ഉന്നത വ്യക്തിയും ആ സമയത്ത് അവിടെ ദർശനത്തിനുണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇതിൽ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ ഇത്തരത്തിൽ മുൻപിൽ നിന്ന് തൊഴുതു മാറുന്നത് ഒരു പതിവാണ്. അത് ഇതിനു മുൻപും ഒരുപാട് പേര് ഇത്തരത്തിൽ ദർശനം നടത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഹൈക്കോടതിയുടെ മുൻപിൽ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള ഒരു കാരണമായി കരുതുന്നത് ആളുകൾ കടന്നു പോകുന്ന വഴിക്ക് കുറുകെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന്
നടക്കിൽ നിർത്തി തൊഴിയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഹരിവരാസൻ ഏകദേശം 8 മിനിറ്റോളം ഉണ്ട്. ആ സമയം മുഴുവൻ അദ്ദേഹം ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്നത് നമ്മളെല്ലാം തന്നെ കണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും അത്രയും സമയം അയ്യപ്പന്മാർക്ക് അതുവഴി കടന്നു പോകുവാൻ, ശ്രീകോവിലിന് മുമ്പിലൂടെ തൊഴുതു മാറിപ്പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കണ്ടെത്തലാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, ദർശനം കിട്ടാതെ ആരും മടങ്ങിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുന്നതാണ്. പക്ഷേ എത്തുന്ന എല്ലാവരും അല്പസമയം കാത്തുനിന്നാണെങ്കിലും കൃത്യമായി തൊഴുതു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ദർശനം കിട്ടാതെ മടങ്ങി എന്നുള്ള നിരീക്ഷണത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാനാകില്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ദർശനം കിട്ടാതെ മടങ്ങിയതായിട്ട് റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ നട അടയ്ക്കുന്ന സമയത്ത് ഈ ഭക്തർക്ക് തൊഴുതു മാറുവാൻ സമയം ലഭിക്കാത്തതുകൊണ്ട്, ഒരുപക്ഷെ വൈകിയതുകൊണ്ട് ആർക്കെങ്കിലും ദർശനം കിട്ടാത്ത സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ദേവസ്വം ബോർഡ് ഇതേക്കുറിച്ച് വിശദമായിട്ട് തന്നെ തീർച്ചയായും അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ദർശനം കിട്ടാതെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ദിലീപിന്റെ പ്രത്യേക അധികാരം എന്താണ്? ആരാണതിന് അനുവാദം നൽകിയത്? ഈ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, നമുക്കറിയാം, നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ പല VIP-കൾക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ ശബരിമലയിൽ ഇതുപോലെ ദർശനം നടത്താനുള്ള പ്രത്യേക സാഹചര്യമൊക്കെ ഒരുക്കാറുണ്ട്. അത്തരം ആക്ഷേപങ്ങളൊക്കെ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ ദിലീപിന് ഇത്തരം ഒരു സൗകര്യം ഒരുക്കിയതിൽ, ഒരു VIP പരിഗണന കൊടുത്തതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? ടോം, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപിന് എങ്ങനെയാണ് പ്രത്യേക പരിഗണന നൽകിയത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ശബരിമലയിൽ എന്താണ് നടക്കുന്നത്? പ്രത്യേകിച്ചും മുതിർന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ദിലീപും അതുപോലെ ദിലീപിന്റെ ഒപ്പമുണ്ടായിരുന്ന സംഘത്തിലുള്ളവരും ഒക്കെ ചേർന്ന് ഹരിവരാസനം പാടുതീരുന്ന സമയം മുഴുവൻ നടയുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിന് VIP പരിഗണന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നതിന് ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഭക്തരുടെ ഒരു നടയ്ക്ക് മുന്നിലേക്കുള്ള വരവ് തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ പോലീസ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യം അത്ര ചെറുതായി കാണാൻ പറ്റുന്നതല്ല. എങ്ങനെയാണ് ദിലീപിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നത്? പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചെർപ്പുളശ്ശേരി സ്വദേശി സുനിൽകുമാർ എന്ന സുനിൽസ്വാമി കഴിഞ്ഞ 10 വർഷമായി ശബരിമലയിലെ ദേവസ്വത്തിന്റെ റൂം കൈവശം വെച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിരുന്നു. സ്വമേധയാ ഹൈക്കോടതി ഇടപെട്ടിരുന്നു, കേസ് പരിഗണിച്ചിരുന്നു. എങ്ങനെയാണ് ഇത്രകാലം ഈ സുനിൽസ്വാമി എന്ന് പറയുന്ന ആൾക്ക് ഇത്രകാലം റൂം നൽകിയത്? ഇതിനുള്ള മാനദണ്ഡം എന്താണ്? ഡോണർ കരാറിൽ പറയാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം ഇളവായി നൽകുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചതുമാണ്. ആ സമയത്ത് ഹൈക്കോടതി ഭക്തന്മാരെല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിലീപ് വിഷയത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ അടക്കം ഹാജരാക്കണം. അത് കോടതി അലക്ഷ്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ കാര്യം കോടതി സൂചിപ്പിച്ചതുമാണ്. ഭക്തന്മാർക്ക് കൃത്യമായ പരിഗണന ലഭിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളൊരു സാഹചര്യം. പ്രത്യേകിച്ച് മണ്ഡലകാലം കൂടിയാണ്. അത് വെർച്വൽ ക്യൂ ഉൾപ്പെടെയുള്ള വലിയ നിര തന്നെ അവിടെ അതിൽ കൂടെ രജിസ്റ്റർ ചെയ്ത് വരുന്നത് ഉൾപ്പെടെ നിരവധി വലിയ നിരയാണ്. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ 76,000-ഓളം ഭക്തന്മാർ ഒരു ദിവസം ദർശനം തേടി മടങ്ങിയ സാഹചര്യം കൂടി ഈ ഒരു മണ്ഡലകാലത്തുണ്ട്. അപ്പോൾ അത്രയും വലിയ സംഖ്യ, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ബാധ്യത പോലീസിനാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്ത് പരിഗണനയിലാണ് ദിലീപിന് VIP പരിഗണന കൊടുത്തത്? അതല്ലെങ്കിൽ ഈ ഹരിവരാസനം ചൊല്ലി തീരുന്നതുവരെ, ഹരിവരാസന കീർത്തനം പാടി തീരുന്നതുവരെ 8 മിനിറ്റോളം സമയം എങ്ങനെയാണ് ദിലീപ് നടയ്ക്ക് മുന്നിൽ തുടർന്നത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. ഇത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറോടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിരിക്കുന്നത്. അതേസമയം ഇത് സ്വാഭാവികമാണ്, ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് ദേവസ്വം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തത വേണം. ഇത് ചെറിയ കാര്യമായി പരിഗണിക്കാനാകില്ല. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ തീർച്ചയായും ഹൈക്കോടതി വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കും പ്രത്യേക ഒരു പരിഗണന നൽകരുതെന്ന് ദേവസ്വം ബോർഡും പോലീസും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദ്,
ഇവിടെ ഈ ദിലീപിന് പ്രത്യേക പരിഗണന നൽകിയതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ടോം, ഇതൊരു നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശബരിമലയിൽ ദർശനത്തിന് വരികയാണെങ്കിൽ അവർ ആദ്യം ആ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിലേക്കാണ് പോവുക. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോലീസുകാരനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാക്കും. അത് ഏത് പ്രധാനപ്പെട്ട വ്യക്തി വന്നാലും അത്തരത്തിലൊരു പതിവ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പലതരത്തിലാണ്. അവർക്ക് ദർശനം നടത്തി ഒരുപക്ഷെ അവർ മേൽശാന്തിയും തന്ത്രിയൊക്കെ സന്ദർശിച്ചിട്ടാണ് പോവുക. ഇതിനു മുൻപും കാലങ്ങളായിട്ടും സിനിമാ താരങ്ങൾ വരുമ്പോൾ അത്തരത്തിലൊരു രീതിയാണ് ഇവിടെ തുടരുന്നത്. ദിലീപ് ഒറ്റയ്ക്ക് എന്താണെങ്കിലും ഇത്തരത്തിൽ കയറി വരും. ദിലീപിനെ ആരെങ്കിലും സ്വീകരിക്കാതെ ദിലീപിന്റെ കൂടെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരൊന്നുമില്ല. ദിലീപ് ഇങ്ങനെ ഈ ഒരു സാധാരണ ആളുകൾ നടന്നു പോകുന്ന വഴി മറികടന്ന് മുൻപിലേക്ക് വരില്ല. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അറിവോടെ തന്നെയാണ് ദിലീപ് വന്നിട്ടുള്ളത്. ദിലീപിനെ സാധാരണഗതിയിൽ ഇവിടെ ഒരു VIP അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ വരുമ്പോൾ കാണിക്കുന്ന ഒരു രീതി, ആ രീതിക്ക് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് ലളിതമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുവാൻ. ഇവിടെ ഈ എഴുതപ്പെട്ട അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർവചിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങളും എപ്പോഴും പ്രായോഗിക തലത്തിൽ നടപ്പാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ സാധാരണ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുൻപും ഒട്ടേറെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇവിടെ ദർശനം നടത്തി പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ സാധാരണക്കാരായ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായി എന്ന പരാതി സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഹൈക്കോടതി തന്നെ വലിയ വിമർശനങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ടോം, വ്യക്തമാണ്. CB അനുമോദും ആജ്ഞാ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ മാത്രമല്ല, ഇതുപോലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും VIP-കൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം പരിഗണന നൽകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇവിടെയൊക്കെ ഒരു കൃത്യമായ മാനദണ്ഡങ്ങളും ആവശ്യമാണ്. കൊച്ചിയിൽ വെർച്വൽ അറസ്റ്റിൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരറസ്റ്റ് കൂടി. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. സൈബർ തട്ടിപ്പുകൾക്കെതിരെ പോലീസ് ശക്തമായ ബോധവൽക്കരണം കൊടുക്കുമ്പോഴും തട്ടിപ്പുകൾ വീണ്ടും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. കൊച്ചിയിലാണ് ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു സൈബർ തട്ടിപ്പ് നടന്നത്. എറണാകുളത്തെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശി ജാഫറാണ് പിടിയിലായത്. ഇയാൾ 5 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. തട്ടിപ്പ് പണം ജാഫറിന്റെ അക്കൗണ്ടിൽ എത്തിയതായി പോലീസ് കണ്ടെത്തി. കണ്ണൂരിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് എറണാകുളം സൈബർ പോലീസ് ജാഫറിനെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പോലീസ് ശക്തമായ ബോധവൽക്കരണം ഈ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഓൺലൈനിലൂടെയും മറ്റും നൽകുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇതുപോലെ തട്ടിപ്പിന് ഇരകളാകുന്നവരുടെ വാർത്തകൾ നമ്മൾ വീണ്ടും നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ കണ്ണൂർ സ്വദേശി ജാഫർ ആരിൽ നിന്നാണ്, കൊടുവള്ളി സ്വദേശി ജാഫർ ആരിൽ നിന്നാണ് ഈ പണം തട്ടിയെടുത്തത്? എങ്ങനെയാണ് പോലീസിന് ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞത്? നമുക്കറിയാം, ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പോലീസ് സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്ന കോളുകൾ അതെല്ലാം വ്യാജമാണ്, നിങ്ങളെ അത്തരത്തിൽ ചതിക്കുഴികളിലേക്ക് വീഴരുതെന്ന് ഓരോ തവണയും ബോധവൽക്കരണം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും വീണ്ടും വീണ്ടും ആളുകൾ അതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലാണ് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ
പ്രതി കൂടിയായ ജാഫറിനെ പിടികൂടുന്നത്. അതായത് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ ഡിജിറ്റൽ തട്ടിപ്പിന് പിന്നിലെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഈ പരാതിക്കാരന്റെ വിലാസത്തിൽ ചൈനയിലേക്ക് MDMA എത്തിയിട്ടുണ്ടെന്ന് പേര് പറഞ്ഞിട്ടായിരുന്നു ജാഫറും സംഘവും ഈ പരാതിക്കാരനെ വിളിക്കുന്നത്. ഇതിന്റെ തുക 5 ലക്ഷം രൂപ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. ഇത് നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ഡീലിങ്സ് അല്ലെങ്കിൽ MDMA ബന്ധപ്പെട്ട് ഒരു ഇടപാടുണ്ടാകില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തുക തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് 5 ലക്ഷം രൂപ ജാഫറും സംഘവും തട്ടിയെടുത്തത്. ഇതിൽ പ്രകാശ് ശർമ്മ, രാജേഷ് പ്രധാൻ, പ്രദീപ് സിംഗ് എന്നിവരും ഈ കേസിലെ മുഖ്യ പ്രതികളാണ്. ഇവരെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ജാഫറിനെ പിടികൂടിയത്. ജാഫറിന്റെ അക്കൗണ്ടിലാണ് ഈ 5 ലക്ഷം രൂപ എത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം മുൻപും ഇത്തരത്തിൽ ഈ ഒരു യുവതിയുടെ, ഒരു ബിസിനസ്സുകാരിയായ യുവതിയുടെ പേരിൽ പണം ഈ ഡൽഹിയിലെ ICICI ബാങ്കിൽ അവരുടെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ICICI ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു നിർദ്ദേശം, ഒരു പരാതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ, അതും ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ ഒരു സംഘം ആളുകൾ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണങ്ങളെല്ലാം ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സും, അതായത് ഇത് കള്ളപ്പണമല്ല, നിങ്ങൾ ബിസിനസ് നടത്തി ഉണ്ടാക്കിയ തുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ പൈസകളെല്ലാം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 4 കോടി രൂപയാണ് ഈ യുവതി പല അക്കൗണ്ടുകളിലായി ഈ യുവാക്കൾക്കും ഇട്ടുകൊടുത്തത്. അങ്ങനെ പല കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കേസ് ആയിരുന്നു ഈ MDMA, പരാതിക്കാരന്റെ പേരിൽ MDMA സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ ഇതുപോലെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. മുൻപൊക്കെ ഈ വടക്കേന്ത്യൻ ലോബി അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരായിരുന്നു ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നുവെങ്കിൽ മലയാളി യുവാക്കളും ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമാകുന്നു. അതോ ഈ വടക്കേന്ത്യൻ കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ തട്ടിപ്പുകൾ നിയന്ത്രിക്കുന്നത്? അതോ കേരളത്തിൽ ഒരു പ്രത്യേക സംഘം തന്നെ ഈ സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ നവമി? ടോം, തുടക്ക സമയത്ത് ഈ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് ഈ കേരളത്തിലുള്ള ആളുകളെ പോലും ഇരയാക്കിക്കുന്നതെന്നൊക്കെ നമ്മൾ തുടക്ക സമയത്ത് പോലീസ് കണ്ടെത്തുകയും പക്ഷെ അവരിലേക്കുള്ള അന്വേഷണം പകുതി വഴിയിൽ അവസാനിക്കുന്ന സാഹചര്യവും ഒക്കെ നമുക്ക് മുന്നിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. കേരളത്തിലുള്ള യുവാക്കൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ തന്നെ ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് നടത്തുന്നു. അത് കേരളത്തിലുള്ളവരെ തന്നെ സൈബർ തട്ടിപ്പിന് ഇരയാക്കുന്നു എന്ന കണക്ക് കൂടിയാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റിലാണ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇവരുടെ അക്കൗണ്ടിലെ പണങ്ങളെല്ലാം കൈക്കലാക്കുകയും പിന്നീട് ഇതിന്റെ കൃത്യമായിട്ടുള്ള സോഴ്സുകൾ വെളിപ്പെടുത്തിയാൽ ഈ പണം തിരിച്ചു നൽകാമെന്ന് വ്യാജമായി പറഞ്ഞുകൊണ്ടാണ് ഇവരിൽ നിന്നും കോടികൾ തട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് എത്തി നിൽക്കുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തുന്നു എന്നൊരു നിഗമനത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഫറിന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജാഫറിനൊപ്പം മറ്റാരൊക്കെയുണ്ട്, ഇനിയും ഇതിലെ കണ്ണികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ടോം, നവമി, കൊടുവള്ളി സംഘത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? നമുക്കറിയാം ഒരു കാലത്ത് ഈ സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനുമൊക്കെ നേതൃത്വം നൽകിയിരുന്നത് കൊടുവള്ളി സംഘമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വർണത്തിന് ഗൾഫിലും കേരളത്തിലും സ്വർണത്തിൻ്റെ വിലയിൽ കാര്യമായ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് അനധികൃതമായ രീതിയിൽ സ്വർണ്ണക്കടത്തില്ല, സ്വർണം പൊട്ടിക്കലില്ല. ഇതോടെ ഈ തട്ടിപ്പ് സംഘങ്ങൾ പുതിയൊരു മാർഗം തെരഞ്ഞെടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ മുൻപ് നമ്മുടെ കേരളത്തെ ഭീതിയിലാഴ്ത്തിയിരുന്ന അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന്, ഈ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനൊക്കെ ഇവരുമായി ബന്ധമുണ്ടായിരിക്കുമോ?
ടോം, അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിന്റെ പരിധിയിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഉത്തരവ് നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജാഫറും ജാഫറിനൊപ്പം ഉണ്ടായിരുന്നവരും എല്ലാം കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർ തന്നെയാണോ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലുള്ളത്? അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണ്. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും കൂടി പഴുതടച്ചൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പിടികൂടിയ ജാഫർ, അയാൾ ഈ ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ തട്ടിപ്പിലെ ഒരു കണ്ണിയാണെന്ന് മാത്രമാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികൾ ആരൊക്കെയാണ്, ഇവർക്ക് ആരെയാണ് സഹായം ചെയ്യുന്നത്, കേരളത്തിൽ തന്നെ മാത്രമാണോ ഇവരുടെ സംഘമുള്ളത്, അത് ഉത്തരേന്ത്യയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ, ഇതെല്ലാം വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതിന്റെ ഒരു അന്വേഷണത്തിലേക്കും കടന്നു കഴിഞ്ഞു. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സൈബർ തട്ടിപ്പുകൾ വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. പോലീസ് കൃത്യമായി ബോധവൽക്കരണം നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കി ഇതുപോലുള്ള വ്യാജ ഫോൺ കോളുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുക തട്ടിപ്പാണെന്ന്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുഖ്യപ്രതി ഷമീമ എന്ന ജിന്നുമ്മ 45 ദിവസത്തെ രഹസ്യ പൂജ നടത്തി. സ്വർണം മൺകൂടത്തിൽ അടച്ചുവെച്ചാൽ ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കിയിരുന്നത്. പ്രതികൾ സ്ത്രീകളെ മറയാക്കി ഇരവാദം ഉന്നയിച്ചും കേസിൽ അന്വേഷണം വൈകിപ്പിച്ചിരുന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിന് ചുരുളഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ഈ തട്ടിപ്പ് രീതി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ ഷമീമ എന്ന ജിന്നുമ്മയും കൂട്ടാളികളും വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഹോസ്ദുർഗ് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിരുന്നു. അവരെ ഇവിടെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിസമ്പന്നന്മാരായ ആളുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിചയത്തിലാവുകയും പിന്നീട് വലിയ തോതിൽ ഇത്തരത്തിൽ ദുർമന്ത്രവാദവും ഒക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതാണ് ഇവരുടെ രീതി. അത് 45 ദിവസത്തെ പൂജ, അതാണ് ഇവർ പറയാറുള്ളത്. ആ 45 ദിവസത്തെ പൂജക്കിടയിൽ മൺകൂടത്തിലാണ് സ്വർണം ഇത്തരത്തിൽ നിക്ഷേപിക്കേണ്ടത്. ആ സ്വർണം ഇരട്ടിപ്പിക്കും എന്നാണ് ഇവർ പറയാറുള്ളത്. ഇതിന് ഈ പൂജ നടക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാൻ ഇവർ ആവശ്യപ്പെടും. ആ സമയത്താണ് ഈ മൺകൂടത്തിൽ നിന്നും ഇവർ ഈ സ്വർണം ബാഗുകളിലേക്ക് മാറ്റിയെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ വീട്ടിൽ നിന്നും പരിശോധിച്ചതിൽ നിന്നും നിരവധി ഏലസുകൾ, അതുപോലെ തന്നെ മന്ത്ര തകിടുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 5000-ലധികം ഏലസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഒരു ഏലസിന് 2500 മുതൽ 5000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ആ ഇനത്തിലും ഇവർ ഇത്തരത്തിൽ സമ്പാദിച്ചിട്ടുള്ളത്. ഏതായാലും ഇവരെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഇനിയും കൂടുതൽ വിവരങ്ങളുണ്ട്. കൂടുതൽ പേർ ഇവരുടെ കെണിയിൽ അകപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഒരു ആളാണ്. ഇവരാണ് ഇത്തരത്തിൽ ഈ സൗഹൃദം, അതിസമ്പന്നരായ ആളുകളെ സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവർക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഈ സ്വർണം ഇരട്ടിപ്പിക്കും, അതുകൂടാതെ നിധി കണ്ടെത്തി കൊടുക്കും, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ഈ ആത്മീയ പൂജയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പ് നടത്തിയത്. എന്തായാലും പോലീസ് അത്തരത്തിൽ ഒരുപാട് തെളിവുകൾ കണ്ടെത്തി. മാത്രമല്ല ഇവരുടെ അക്കൗണ്ടുകളിൽ, ഇവരുടെയും ഇവരുടെ സഹായിയുടെയും അക്കൗണ്ടുകളിൽ വലിയ തുക ഇവരുടെ അക്കൗണ്ടിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും വഴിത്തിരിവായതും. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഏതായാലും ഈ ഗഫൂർ ഹാജിയിൽ നിന്നും ഇത്തരത്തിൽ ഈ തട്ടിയ സ്വർണം തിരിച്ചു ചോദിച്ചു എന്നതാണ് ഇതിലേറ്റവും നിർണായകമായത്. അതിൽ ഇവരെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഇവർ ആസൂത്രണം ചെയ്യുകയും പിന്നീട് ആ കൊലപാതകം 596 പവൻ സ്വർണമാണ് ഈ സംഘം ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുക്കുന്നത്. പല രീതിയിലുള്ള ദുർമന്ത്രവാദങ്ങൾ നടത്തി സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പായിരുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ ഗഫൂർ ഹാജിയുടെ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബൈജു, ഈ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇതോടൊപ്പം ഇവരാരെയൊക്കെ ഇത് സമാനമായ രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെ
ഈ സ്വർണവും പണവും തട്ടിയെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഇവർ ഈ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയ സ്വർണത്തിൽ നിന്നും 30 പവൻ സ്വർണം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് കാസർകോട്ടെ ഒരു ജ്വല്ലറിയിൽ ഇവർ വിൽപ്പന നടത്തുകയായിരുന്നു. ആ സ്വർണം ഏതായാലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഈ കേസിൽ വലിയ തെളിവ് കൂടിയായി മാറുകയാണ്. ഇവർ നേരിട്ട് പോയി ആ ജ്വല്ലറിയിൽ ഇത്തരത്തിൽ വിൽപ്പന നടത്തുകയെന്നാണ് പോലീസ് പറയുന്നത്. അത് 30 പവൻ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റേത് നിരവധി പരാതികൾ ഇവർക്കെതിരെ വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും നാണക്കേട് കൊണ്ട് ഈ പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ നിധി കണ്ടെത്തി കൊടുക്കും, അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞൊക്കെ ഈ വാങ്ങിയ പണം അത് പുറത്ത് സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ഇവർക്കെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ട്. അത് കണക്കിലെടുത്ത് ഇവർ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്പന്നന്മാരെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ പണം പോയാലും മാനം പോകരുത് എന്ന ഒരു ചിന്തയിൽ പലരും പരാതിയുമായി എത്തുന്നില്ല. പക്ഷേ അപ്പോഴും ഈ പരാതിയുമായി എത്തിയവർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അത്തരത്തിൽ ഉണ്ടാകും. മാത്രമല്ല, ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഈ 3 സ്ത്രീകളെയും അതുപോലെ തന്നെ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമയുടെ ഭർത്താവ്, ഇത്രയും ആൾക്കാരെ മാത്രമേ ഇപ്പോൾ പോലീസിന് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി കണ്ടെത്തണം. അത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് 1.5 വർഷത്തോളം ഈ കേസ് ഇത്ര വൈകി എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അത് പ്രധാനമായും ഇവർ ഈ 3 സ്ത്രീകളാണ് ഇതിൽ സംശയത്തിന് മുന്നിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും പോലീസ് തങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഇരവാദവുമായി ഇവർ രംഗത്ത് വന്നതാണ് ഈ അന്വേഷണത്തിന് വലിയ തടസ്സമായത്. ഒടുവിൽ പോലീസ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാണ് ചോദ്യം ചെയ്യുന്ന എന്ന് ഇവരെ ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇവർ പോലീസ് കൃത്യമായൊരു ചോദ്യം ചെയ്യപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായതും ഇവർ ഈ പിടിയിലാകുന്നു. ഏതായാലും ഈ സംഘം വലിയ തോതിൽ കൊലപാതകം നടത്തിയതിന് ശേഷവും നിരവധി ആളുകളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് 2014 കാസർകോട്ടെ ഒരു വ്യവസായത്തിലുള്ള പ്രതിഷേധമുണ്ടായ സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവില് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു, അതോ ഇനി അവരെ പോലീസിന്റെ കസ്റ്റഡിയിലാണോ നിലവിൽ പ്രതികളുള്ളത്? ടോമെ, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിൽ പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ടോമെ, അത് ഇവരുടെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവർ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. പോലീസ് വലിയ തോതിൽ ബുദ്ധിമുട്ടിയാണ് ഈ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയത്. ഇതിൽ ഈ വീടിന്റെ അകത്തു നിന്നും ഈ തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് രോഷാകുലരായ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയത്. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തോടെയായിരുന്നു. ഇന്നലെ ഏറെ വൈകി രാത്രിയോട് കൂടിയാണ് ഈ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയത്. എന്തായാലും ഈ ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റ് ഇടങ്ങളിലൊക്കെ ഈ ജ്വല്ലറിയിലുള്ള തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇവർ ആരെങ്കിലും ഇത്തരത്തിൽ ഈ അകപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ല മാത്രമല്ല ഇത്തരത്തിൽ ഈ സ്വർണം ഒരുപാട് ആളുകളിൽ നിന്നും ഇവർ ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോലീസിന് കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ നിരവധി പരാതികൾ പോലീസിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ കേസുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ്. കർണാടകത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. കർണാടകത്തിലെ ഗഫൂർ ഹാജി കൊലക്കേസിലാണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിൽ. കൊച്ചിൻ കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ഷാനു, ജോൺ എന്നിവരാണ് പിടിയിലായത്. കെട്ടിട പെർമിറ്റ് സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു കൈക്കൂലി വാങ്ങിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കൈക്കൂലി കേസിൽ സർക്കാർ ജീവനക്കാർ പിടിയിലാകുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെ വിജിലൻസിന് പരാതി ലഭിക്കുന്നത്? കയ്യോടെ പിടികൂടുകയായിരുന്നു? കൈക്കൂലി വാങ്ങുമ്പോൾ കയ്യോടെ മൂവരെയും വിജിലൻസ് പിടികൂടുകയായിരുന്നോ? ടോം,
പള്ളുരുത്തി സോണൽ ഓഫീസിന് സമീപത്തായിരുന്നു സംഭവം. ആലുവ സ്വദേശിയായ ഒരു യുവാവിന് ഒരു മൊബൈൽ ഷോപ്പ് നടത്തണമെന്ന ആഗ്രഹത്തോടാണ് അവിടെ അതിന്റെ പെർമിറ്റിന് വേണ്ടി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടത്. അതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷെ അത് അപ്രൂവ് ആയി കിട്ടണമെങ്കിൽ കൈക്കൂലി നൽകണം, 10,000 രൂപ നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇങ്ങനെ നിരന്തരം കൈക്കൂലി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ യുവാവ് വിജിലൻസിനോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഈ യുവാവ് ഇന്ന് ഓഫീസിൽ എത്തുകയും ഇവർക്ക് കൈക്കൂലി കൈമാറുന്നതിനിടയിലാണ് ഒപ്പമുണ്ടായിരുന്ന വിജിലൻസ് സംഘം ഈ ഉദ്യോഗസ്ഥരെ, ഈ ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടറായിട്ടുള്ള സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള മധു, ജൂനിയേഴ്സ് ആയിട്ടുള്ള ഷാനു ജോൺ എന്നിവരെ കൂടി പിടികൂടുന്നത്. ഇവർക്കെതിരെ മുൻപും പരാതി ഉണ്ടായിരുന്നതായി വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ കൈക്കൂലി പലതവണ നിരന്തരം വാങ്ങുന്നവരാണെന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്തായാലും വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ആലുവ സ്വദേശിയുടെ പരാതിയിൽ ഈ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. എന്തായാലും ഇനി ഇതിൽ ഇവരുടെ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ഇതിൽ അനധികൃതമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പണം വന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോകാനും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതിനു മുൻപ് ഉയർന്നു കേട്ടിട്ടുണ്ടോ? പോലെ തന്നെ മുൻപും മുൻപും ഇത്തരത്തിൽ ഈ വിജിലൻസിന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നതായി ചില പരാതികൾ കേട്ടിരുന്നു. പക്ഷെ അത് പരാതിയുമായി മുന്നോട്ട് വരാൻ ആരും തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനോ ഇങ്ങനെ പിടികൂടുവാനോ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ 3 ഉദ്യോഗസ്ഥരും. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു ആലുവ സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് നേരിട്ടെത്തി ഈ കൈക്കൂലി വാങ്ങുന്നതടക്കം പിടികൂടിയത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതി കേരളം വിട്ടുപോകരുത്, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, പരാതിക്കാരിയെയും സാക്ഷികളെയും സ്വാധീനിക്കരുത്, സുപ്രീം കോടതി വ്യവസ്ഥകൾ പാലിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി വി വിനോദ് വീണ്ടും ചേരുന്നു. വിനോദ്, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സ്വാഭാവിക നടപടിക്രമമായിരുന്നു. അതിനുശേഷം കോടതി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. എന്താണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത്? ടോം, നേരത്തെ തന്നെ സിദ്ദിഖിന് ജാമ്യം ലഭിക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക, അതിനു മുൻപ് സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികളോടെയാണ് ജാമ്യം. കേരളം വിട്ടുപോകരുത്, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവുമായി സഹകരിക്കണം, 1 ലക്ഷം രൂപ കെട്ടിവെക്കണം, പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം കോടതിക്ക് മുന്നിൽ പോലീസും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. സിദ്ദിഖിന് കർശന ഉപാധികളോട് മാത്രമേ ജാമ്യം നൽകാവൂ എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഫേസ്ബുക്കിലൂടെയാണ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുടർന്ന് ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചു, അവിടെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഈ പോലീസ് റിപ്പോർട്ടിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ സിദ്ദിഖ് ഹാജരാകണം, സംസ്ഥാനം വിട്ടു പോകരുത് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉന്നയിച്ചിരുന്നു. ഏറെക്കുറെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി നടന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ സിദ്ദിഖിന് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ പങ്ക് വ്യക്തമാക്കുന്നുണ്ടല്ലോ. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബലാത്സംഗം ചെയ്തതായി പോലീസിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് വിനോദ്? ടോം, നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ് സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന് കാര്യമായ ഒരു പ്രസക്തിയില്ല. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ, അതായത് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. കുറ്റപത്രം അവിടേക്കാണ് എത്തേണ്ടത്. അവിടെ വിചാരണ നടക്കേണ്ടതുണ്ട്. ജാമ്യം കിട്ടിയത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി അല്ലാതാകുന്നില്ല. അവിടെ വിചാരണ പൂർത്തിയാകുമ്പോൾ, വാദപ്രതിവാദങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് കുറ്റവാളിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു തീർപ്പുണ്ടാകുക. ഏതായിരുന്നാലും
സിദ്ദിഖിനെ സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച അന്വേഷണ വിവരങ്ങൾ അതാണ് റിപ്പോർട്ടായി അന്വേഷണ സംഘം ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന കാര്യവും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അന്വേഷണ സംഘം പറയുന്നു. വ്യക്തമാണ്. ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിലാണ് നടൻ സിദ്ദിഖിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.